ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ആ, നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം. ഈ മഴക്കാല രോഗങ്ങളൊക്കെ പടരുന്നു. അതുപോലെ തന്നെ കൃഷി ചെറിയ ഭൂമിയേ ഉള്ളെങ്കിലും നമുക്ക് എങ്ങനെ എത്രത്തോളം എന്ത് കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ. വലിയ വീഡിയോ ഒന്നുമല്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമേ ആയുള്ളൂ. ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ വില്ലേജിൽ മുക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വളരെ സ്വസ്ഥമായ സുഖകരമായ സൗന്ദര്യമുള്ള ഒരു ഗ്രാമപ്രദേശം. തൊട്ട് പുറകില് വീടിന്റെ തൊട്ട് പിറകിലൂടെ വീടിന്റെ തൊട്ട് പിറകിലൂടെ പമ്പയാറ്, ഒരു വളരെ ശാന്തസുന്ദരിയായി ഒഴുകുന്ന പമ്പയാറ്, ശബരിമലയിൽ നിന്നാണ് കുളിക്കുന്ന പമ്പയാറ്. അവിടെ നിന്ന് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളെയൊക്കെ കഴുകി ഒഴുകി അങ്ങനെ ഇങ്ങനെ പോയി ഏകദേശം 2 ജില്ലകളിൽ കൂടി കടന്നു വരുന്ന 3 ജില്ലകളിൽ കൂടി കടന്നു വരുന്ന പമ്പയാറ് പത്തനംതിട്ട ജില്ല ശബരിമലയിൽ നിന്ന് ഉത്ഭവിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ സ്ഥലത്ത് കൂടി ഒഴുകി ആലപ്പുഴ ജില്ലയിലേക്ക് കടന്ന് പല പുഴകൾ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്നതോടകം തന്നെ അച്ചൻകോവിലാറ്, അങ്ങനെ മണിമലയാറ് ഒക്കെ ഒന്നിച്ചു ചേരുന്നതാണ് ഈ പമ്പയാറ്. അപ്പൊ ഈ പമ്പയാറ് ഒഴുകി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് പുറകിലൂടെയാണ് പമ്പയാറ് പോകുന്നത്. വളരെ താഴ്ചയിലാണ്, അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ വെള്ളം പോകുന്ന സമയത്ത് മഴക്കാലം കൂടുതലാണെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിന്റെ ഈ പരിസരത്ത് കണ്ടു, ഇവിടെ ഈ ചേനയിലയാണ് നിങ്ങൾ ഈ കാണുന്ന ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചേനയില. അപ്പൊ ചേന വളർന്നു വരുമ്പോൾ ചേന നമുക്ക് ആവശ്യത്തിനെടുക്കാം. ബാക്കി അധികം വരുന്ന ചേന നമുക്ക് വിത്തായി ഉപയോഗിക്കാം. ചന്തയിൽ കൊണ്ട് കൊടുത്താൽ അതിന് പൈസയും കിട്ടും നമുക്ക്. അപ്പോൾ ഇതുകൊണ്ട് ഈ നിറച്ച് ഇങ്ങനെ ചേനയല്ല, മറ്റ് ചേമ്പ് കാച്ചിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ അതും കൂടാൻ പോരാഞ്ഞ് അതിന് ആദ്യം തന്നെ നമ്മൾ തൈ വെച്ചിട്ടുണ്ടായിരുന്നു. തെങ്ങും തൈ എന്ന് പറഞ്ഞാൽ ഒരു 7 മൂട് തെങ്ങും തൈയേ ഉള്ളൂ. നമ്മുടെ ഒരു ഏകദേശം ഒരു 8-10 സെന്റ് സ്ഥലമേ അവിടെ കൃഷിഭൂമിക്കായിട്ടുള്ളൂ. ബാക്കി വീട് വെച്ചിരിക്കുകയാണ്. മൊത്തം ഒരു 20 സെന്റ് സ്ഥലം, ഒരു 18 സെന്റേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം അളന്നു തിരിച്ചു വരുമ്പോൾ. കാരണം നമുക്ക് പമ്പയാറിന്റെ തീരത്തായതുകൊണ്ട് കുറച്ച് ഭൂമിയൊക്കെ ഇങ്ങനെ മഴവെള്ളം ഇത് ആറ് കവിഞ്ഞൊഴുകി തിരിഞ്ഞു പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവിടെയൊക്കെ കല്ലൊക്കെ ഇട്ട് വേസ്റ്റ് കല്ലൊക്കെ ഇട്ട് നല്ല കോമ്പൗണ്ടുകളൊക്കെ കെട്ടി തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമി നല്ലതായിട്ടൊക്കെ കിടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് കൃഷി ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചെറിയ ഭൂമിയാണെങ്കിൽ ഇവിടെ ഈ വള്ളിപ്പടർപ്പ് കാട് കയറി ഭൂമി കൃഷി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുന്ന് കളകളും പുല്ലുകളും ഒക്കെ പറിച്ച് ഈ വള്ളിപ്പടർപ്പൊക്കെ വലിച്ച് ഊരിയെടുത്ത് കളഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിളഭൂമിയായിട്ട് തന്നെ നമുക്ക് നല്ല വിള വരും ഈ കൃഷിഭൂമി. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് പമ്പയാർ ഒഴുകുന്നതുകൊണ്ടും മുകൾ മണിമലയാറിന്റെ ഉറവായിലേക്ക് എത്തുന്നതുകൊണ്ടും അത് കിലോമീറ്ററുകൾക്കപ്പുറം കുറച്ചുകൂടി ഉയർന്ന സ്ഥലമാണ് മണിമലയാർ ഒഴുകുന്നത്. ഇടപ്പള്ളി സൈഡിലൊക്കെ കോട്ടയം സൈഡിൽ നിന്നൊക്കെ വരുന്ന മണിമലയാർ, അവിടെ നിന്നുള്ള ഊറ്റാണ് സാധാരണ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കിണറ്റിലെയും കുഴൽക്കിണറിലെയും ഒക്കെ വെള്ളം തന്നെ പമ്പയാറ് താഴ്ചയിൽ കൂടെ ഒഴുകുന്നതാണ്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പമ്പയാറിലെ ഉറവ ചെല്ലും. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഉറവയുടെ വരും. എന്തായാലും ഞങ്ങൾക്ക് അതുകൊണ്ട് നല്ല നല്ല നീർത്തടങ്ങളാണ്. അതായത് വെള്ളം അതുപോലെ കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും തെങ്ങും മറ്റ് കൃഷി വിളവൊക്കെ നല്ലതായിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷയിലാണ്. ഞങ്ങൾ 2 വർഷമേ ആയുള്ളൂ. എന്തായാലും ഫസ്റ്റ് വെള്ളം എടുക്കാനുള്ള സമയമാകുമ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. ഇവിടൊക്കെ ഈ വേലി തന്നെ വിളവ് തിന്നുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പേ ഞാൻ ഈ വേലിയുടെ ഒക്കെയുള്ള ഈ വള്ളിയെല്ലാം വലിച്ച് പറിച്ച് ദൂരെ താഴോട്ടൊരു കുഴിയുണ്ട്, ആ പമ്പയാറിൻ്റെ തീരപ്രദേശത്തോട്ടുള്ള കുഴി, അങ്ങോട്ടങ്ങ് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഇതൊരു നല്ലൊരു പണിയാണ്. അത് ശരിക്കും അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പറമ്പ് ചീത്തയായിപ്പോകും. ഇത് വീടിന്റെ പരിസര പ്രദേശങ്ങളിലേക്കൊക്കെയാണ് വീട്. ചെറിയ ഒരു വീടാണ്. 1000 സ്ക്വയർ ഫീറ്റ് താഴെയാണ് ഞങ്ങളുടെ വീട്. 2 നിലയിലൊന്നുമല്ല, സിംഗിൾ നിലയിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ ചുറ്റിലും ഇങ്ങനെ നെറ്റിലൊക്കെ പാടിയിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ കിളുത്ത് വരും. അതൊക്കെ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി കളഞ്ഞാലൊന്നും പറ്റത്തില്ല. അതൊക്കെ കൈകൊണ്ട് തന്നെ പറിച്ച് കളയണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ഥിരം, കാരണം പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇവിടെ ഈ മുക്കന്നൂർ ഈ അയിരൂർ വില്ലേജിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. അപ്പോൾ ഇതൊക്കെ കിളുത്തിങ്ങി പൊങ്ങി വരും. വെള്ളമൊന്നും ഒഴിക്കണമെന്നൊന്നുമില്ല, അതാണ് കാര്യം. എന്തായാലും വീടിൻ്റെ പരിസരം ഇങ്ങനെ കറങ്ങി ഇത് പൂച്ചട്ടി ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടാണ്, സിറ്റ് ഔട്ടാണ്.
അപ്പോൾ ഈ വീട്ടിലകത്തേക്ക് വന്നു. വീട്ടിലപ്പോൾ ശ്രീമതി അകത്തിരിപ്പുണ്ട്. ഇനി രാത്രി ചപ്പാത്തിക്ക് എന്തോ കറി എന്ന് പറഞ്ഞു? വെണ്ടയ്ക്ക എന്തോ? ആ വാ കൊള്ളാം. നീ എന്തോ ചെയ്യണം? എന്തോ നോക്കോ? മൊബൈലിലോ? അല്ലേ, മൊബൈലിൽ നോക്കിയിരിക്കുന്നു. അമ്മ എന്തായെന്ന വിചാരം? ഇതെന്തോ ഇത്? ഓ, സുരേഷ് നായർ എല്ലാം അടിക്കൊടുക്കും. അയ്യോടാ, സുരേഷ് നായർ. ഈ മഴ ചാറുന്നുണ്ട് കേട്ടോ കേട്ടോ. ഓണ്ട ഇതെല്ലാം നനഞ്ഞു കിടക്കുക. എന്ത് ചെയ്യും? മഴക്കോ കാർമേഘം പൂണ്ടു കിടക്കുക. ഇപ്പം നടന്ന സംഭവം എന്താണെന്ന് മനസ്സിലായി. ഞാനൊരു സ്പീക്കർ വാങ്ങിച്ചു, അതെങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് നോക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പതുക്കെ പതുക്കെ വെച്ച്